പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫേസ് വാഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എന്തിനാ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യണേ, സാധാ സോപ്പ് ആണെങ്കിലും യൂസ് ചെയ്താൽ മതിയില്ലേ. ഇതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, എന്റെ പേര് വർഷ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ എന്താണ് ഫേസ് വാഷ്, നമുക്ക് എന്തിനാ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് മുഖം കഴുകണേ എന്നതിനൊക്കെ കുറിച്ച് ആദ്യം പറയാം. അപ്പോ നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി, അപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഈ ഡസ്റ്റ് പൊല്യൂഷൻ ഇതൊക്കെ നമ്മുടെ ഫേസിൽ വന്നിരിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞില്ല, ഈ പിമ്പിൾസ് വരാനും ബ്രേക്ക് ഔട്ട്സ് വരാനും ഒക്കെ ചാൻസ് ആവും. അപ്പൊ നമ്മൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് നമ്മുടെ ഫേസ് കഴുകിയില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാൻ വരെ കാരണമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്കിൻ കെയർ ഒന്നും പ്രോപ്പർ ആയിട്ട് റിസൾട്ട് തരാതെ ആവാനും ചാൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം, നമ്മ അലർജി ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്താം. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്താം. അപ്പൊ ഇനി നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ച ഫേസ് വാഷ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ, നമ്മുടെ നെറ്റിയിലൊക്കെ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് നമുക്ക് ജെൽ ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടാണ്, മുഖം കഴുകി കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രീം ബേസ്ഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ നറിഷിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കോമ്പിനേഷൻ സ്കിൻകാർക്കും നോർമൽ സ്കിൻ ടൈപ്പുകാർക്കും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ്, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരുടെ മെയിൻ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം കൈ നന്നായിട്ടൊന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഫേസ് ജെന്റിലായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഫേസ് വാഷ് എടുക്കുക, നന്നായിട്ട് ഫോം ചെയ്യിപ്പിക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് കഴുകി കൊടുക്കുക. അതായത് നമ്മൾ ചീക്ക് സൈഡിൽ നന്നായിട്ട് മസാജ് ചെയ്യുക, പിന്നെ നോസിന്റെ ആ സൈഡിൽ നന്നായിട്ട് മസാജ് ചെയ്യുക, ചിൻ, ഫോർഹെഡ്. അത് കഴിഞ്ഞിട്ട് കഴുകാറാകുമ്പോൾ നമ്മൾ കണ്ണിന്റെ അവിടെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് റിൻസ് ഔട്ട് ചെയ്ത് കളയാം. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു 30 to 60 സെക്കൻഡ് 30 to 60 സെക്കൻഡ് മസാജ് ചെയ്ത് കഴിഞ്ഞ് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് കളയാം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ഫേസ് വാഷ്, എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണേ, ഫേസ് വാഷ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മുടെ സ്കിൻ കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.